അല്ല, ഒരു രീതിയല്ല. ഇവരെന്താ വിചാരിക്കുന്നത്? CPM പറയുന്ന എല്ലാത്തിനും കൈയടിക്കണം, അല്ലെങ്കിൽ BJP പറയുന്ന എല്ലാത്തിനും കൈയടിക്കണം. ഇവിടെ പഠിച്ചുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു ചാനലിന് ബൈറ്റ് കൊടുത്തായിരുന്നു. അതിനുശേഷം പഠിച്ചുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് പറയുന്നത്. മനസ്സിലാക്കിയപ്പോൾ 31-32 റൂം 2 റൂം പ്രശാന്തിനുണ്ട്. അവിടെ അദ്ദേഹം വരാറില്ല, പക്ഷെ വേറെ ഒരാൾ വരുന്നതുകൊണ്ട് അത് പറയുക എന്നുള്ള എന്റെ പ്രതിപക്ഷ ധർമ്മമല്ലേ. ഈ പ്രതിപക്ഷ ധർമ്മം എന്ന് പറയുമ്പോൾ അത് ഭരിക്കുന്ന BJPക്കെതിരെയും ഇവിടെ ഭരിച്ചു മുടിച്ച LDFനെതിരെയാണ് ആളുകൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം മേയർ VV രാജേഷ് പറഞ്ഞത് ജനപ്രതിനിധികളുടെ ഇത്തരം ഓഫീസുകളുടെ വാടക പുനർനിശ്ചയിക്കുന്ന സൂചിക്കാരം. കാരണം ജനങ്ങൾ വന്നു പോകുന്ന സ്ഥലമാണ്. മറ്റിടങ്ങൾ, അതായത് നഗരസഭയുടെ മറ്റിടങ്ങളിൽ സ്വകാര്യ വ്യക്തികൾക്ക് നൽകിയ കെട്ടിടങ്ങളിൽ കുറഞ്ഞ വാടക വാങ്ങുന്നു, അത് പുനഃപരിശോധിക്കുമെന്ന് BJP പറഞ്ഞു. അപ്പോ അതായത് BJPയേക്കാൾ കൂടുതൽ ഈ ആവശ്യം അങ്ങ് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇടതു കേന്ദ്രങ്ങൾ പറയുന്നത്. അല്ല, ഈ നാട്ടിലെ നഗരസഭയുടെ ടാക്സ് കൂട്ടണമെന്നുള്ള ഒരു പൗരനായ പ്രതിപക്ഷത്തുള്ള എനിക്ക് പറയാനുള്ള അവകാശമില്ലേ? ഈ നഗരസഭയിലെ ടാക്സ് പ്രോപ്പറായിട്ട് പിരിക്കണം. ഇവിടെ കാലാകാലങ്ങളായിട്ട് CPM ഇഷ്ടമുള്ള ആളുകൾക്ക് 200 രൂപയ്ക്ക് 300 രൂപയ്ക്ക് കൊടുക്കുന്ന വാടക കെട്ടിടങ്ങൾ പുനഃപരിശോധിക്കണം. അതിലൊരു തെറ്റുമില്ല. പക്ഷെ അത് പറയുമ്പോൾ കയറി സംഘിപ്പട്ടം ചാർത്തി നമ്മളെ സംഖ്യയാക്കി പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇവിടുത്തെ CPM-കാരെ ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാറിയിരിക്കുക. കാരണം ഇന്നലെ ഇപ്പോൾ അതൊരു ആദ്യഘട്ടത്തിൽ അത് സ്വന്തം ഓഫീസ് ഒഴിഞ്ഞു മാറി തന്റെ ഓഫീസിന് കൂടുതൽ സൗകര്യം വേണമെന്ന് ശ്രീലേക്ക് ആവശ്യപ്പെട്ടെങ്കിൽ പോലും പിന്നെ മന്ത്രിമാരടക്കം രംഗത്ത് വരികയാണ് ചെയ്യുക. പക്ഷെ അതിലൊരു മൂന്നാം കക്ഷിയായിട്ട് ഇപ്പൊ ശബരി കൂടി ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വേറെ രീതിയിലല്ലേ? അല്ല, ഒരു രീതിയല്ല. ഇവരെന്താ വിചാരിക്കുന്നത്? CPM പറയുന്ന എല്ലാത്തിനും കൈയടിക്കണം, അല്ലെങ്കിൽ BJP പറയുന്ന എല്ലാത്തിനും കൈയടിക്കണം. ഇവിടെ പഠിച്ചുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു ചാനലിന് ബൈറ്റ് കൊടുത്തായിരുന്നു. അതിനുശേഷം പഠിച്ചുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് പറയുന്നത്. മനസ്സിലാക്കിയപ്പോൾ 31-32 റൂം 2 റൂം പ്രശാന്തിനുണ്ട്. അവിടെ അദ്ദേഹം വരാറില്ല, പക്ഷെ വേറെ ഒരാൾ വരുന്നതുകൊണ്ട് അത് പറയുക എന്നുള്ള എന്റെ പ്രതിപക്ഷ ധർമ്മമല്ലേ. ഈ പ്രതിപക്ഷ ധർമ്മം എന്ന് പറയുമ്പോൾ അത് ഭരിക്കുന്ന BJPക്കെതിരെയും ഇവിടെ ഭരിച്ചു മുടിച്ച LDFനെതിരെയാണ്. അപ്പോൾ LDFനെതിരെ പറയുമ്പോൾ ഇതിനെ BJP-കാരനാക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു ബൈറ്റ് കൊടുത്തു. അതിനുശേഷം പഠിച്ചപ്പം നിള ബ്ലോക്കിൽ 31-32 റൂമിൽ MLA വരാറില്ല, പക്ഷെ വേറെ ആളുകൾ വരുന്നുണ്ടോ താമസിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. അത് പറയുന്നുണ്ട് രാഷ്ട്രീയ ധർമ്മമല്ലേ. ആ ധർമ്മം തന്നെ UDF കാണിക്കും. ഇവിടെ വിഷയാധിഷ്ഠിതമായിട്ടുള്ള നിലപാട്. ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം, ഈ നഗരത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവിടെയുള്ള എല്ലാ സഹായങ്ങളും അതിൽ നിന്ന് വ്യതിയാനം ചെയ്യുകയാണെങ്കിൽ സമരമായിട്ട് നമ്മൾ ഉണ്ടാക്കും. ഈ വിഷയത്തിൽ വിഷയാധിഷ്ഠിത നിലപാട് 101 കൗൺസിലേഴ്സിന് വേണ്ടി, അത് UDF ആകട്ടെ LDF ആകട്ടെ BJP ആവട്ടെ, അവർക്ക് ആത്മാഭിമാനത്തോടെ നന്നായിട്ട് പ്രവർത്തനം ചെയ്യാനുള്ള സംവിധാനങ്ങൾ കോർപ്പറേഷൻ ഒരുക്കണം. അങ്ങനെയുള്ള സൗകര്യങ്ങൾ മറ്റാളുകൾ നിൽപ്പുണ്ടെങ്കിൽ നഗരസഭ തീരുമാനിച്ചു മാറ്റണം. അതോടൊപ്പം VK പ്രശാന്തിന് ഈ പറഞ്ഞ 31-32 വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ശ്രീ ആന്റണി രാജു ചന്ദ്രഗിരി ബ്ലോക്കിൽ പ്രവർത്തിക്കുമ്പോൾ തൊട്ടടുത്തുള്ള നിള ബ്ലോക്കിൽ പ്രവർത്തിക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? ആ ഒരു ചോദ്യം മറുപടി പറയൂ. അല്ലെങ്കിൽ ആ 31-32 നമ്പർ റൂമിൽ ആരാണുള്ളത്? അതിനും ജനങ്ങളെ ടാക്സ് കൊടുക്കുന്നത്. BJPയുടെ ബുൾഡോസർ രാജിന് ശബരിനാഥൻ കുടപിടിക്കുന്നതെന്നാണ് VK പ്രശാന്ത്. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞാണ് CPM-കാർ BJPക്ക് ഈ ഭരണം കൊടുത്തത്. CPM-കാരാണല്ലോ ഈ കോർപ്പറേഷന്റെ ഭരണം BJPയുടെ കയ്യിൽ താളത്തിക്കൊണ്ട് കൊടുത്തത്. അതിൽ നിന്ന് പഠിക്കാതെ അവർ വീണ്ടും കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാണ്. എനിക്ക് ഇവിടെ പറഞ്ഞ CPM-കാർ സോഷ്യൽ മീഡിയയിൽ സംഘിപ്പെട്ടൊന്നുണ്ടോ സംഘിയാകുന്നോ ഒന്നുമില്ല. കൃത്യമായിട്ടുള്ള നിലപാട് അത് LDF ആണെങ്കിൽ BJP ആണ് അതെതിരെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അല്ലാതെ ഇന്നിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നാളെ BJP എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കാൻ പോകുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങൾ സംഘിപ്പട്ടം ചാർത്തി സംഘിയാക്കി അങ്ങനെയൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യം എനിക്കില്ല. ആ രാഷ്ട്രീയമല്ലല്ലോ, നിലപാട് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു പ്രത്യേക വിഷയം മാത്രമല്ല, കഴിഞ്ഞ 40 വർഷത്തെ ഇതുപോലെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെ പരിശോധിക്കാനാണ് ഇപ്പോൾ കോർപ്പറേഷൻ. പരിശോധിക്കട്ടെ, നമുക്കൊരു ഭയമില്ലെന്ന്. പരിശോധിച്ച് നിങ്ങൾ ഡേറ്റ അടിസ്ഥാനമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുവരും, നമ്മൾ കൃത്യമായിട്ടുള്ള മറുപടി പറയും. ഒരു സംശയമില്ല.